സമൂഹത്തിലെ ഏതൊരാളുടെയും സ്വത്തിൻ്റെയും ജീവനും സംരക്ഷണം ലഭിക്കുക, അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ വിധത്തിലാണ്. പക്ഷേ നീതി നടപ്പിലാക്കി കിട്ടുന്നതിലെ കാലതാമസം കൊണ്ടും സമൂഹത്തിൽ പൊതുവായി കാണുന്ന അഴിമതി കാരണവും മനുഷ്യരിലുള്ള സ്വാർത്ഥതയും മൂലം സത്യത്തിൽ ന്യായം സ്ഥാപിച്ചു കിട്ടുക എന്നുള്ളത് വളരെ അകലെയാണ്. അപ്പോൾ ഇതിൻ്റെ കാലാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. Another way in which we can improve the efficiency of the judicial and legal system is by incorporating technology into the system. For instance, we can adopt technologies like e-filing, then e-arguments, and also e-conferencing for the purpose of arguments, wherein lawyers can address the court from very distant places. ഇവിടെ വരുന്ന പല ആളുകളും പല കാര്യങ്ങൾക്കായിട്ട് വരുന്നവർ അന്ന് തന്നെ നടന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാലും ശരിയാകാത്തതുണ്ട്, 3-4 ദിവസം കൊണ്ട് ശരിയാകുന്നതുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാവുന്നതാണ്. കൊലപാതകയ്ക്ക് ഒരു ജയിലിൽ ഇത്രത്തോളം സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത വേറൊരു കൊലപാതകമോ അല്ലെങ്കിൽ അവർക്കൊരു കൃത്യവിലോപം ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്നു. ആകാശവാണിയിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ എനിക്ക് വരുന്ന കത്തുകൾ കൂടുതലും ഈ വക്കീല് വാദിക്കാൻ കേസ് ഏറ്റെടുത്തു, പിന്നീട് അയാളത് അതിൻ്റെ കേസിൻ്റെ മുൻവിധികളൊന്നും പറയുന്നില്ല, ഞങ്ങളെ അറിയിക്കുന്നില്ല എന്നുള്ള മിക്കവാറും കേസുകൾ അങ്ങനെയുള്ള കത്തുകളാണ് എനിക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത, കാശുള്ളവന് നീതി ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുള്ള അവരുടെ എന്ത് മാനദണ്ഡമാണ് അനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ട്രസ്റ്റുകൾ, ഇതിൽ ഈ അടുത്ത് കേരള ജുഡീഷ്യറിലൊക്കെ പല അഴിമതി നടന്നതായിട്ട് ഇങ്ങനെ വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് റൈറ്റ്സ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് ചോദിച്ചാൽ കിട്ടില്ല.